പാഡ്, ടാമ്പോൺസും മെൻസ്ട്രുവേഷൻ കപ്പ്, ഇതിൽ മൂന്നിലും ഏതാ ബെറ്റർ എന്ന് കൺഫ്യൂഷൻ ഉണ്ടോ? ഇത് മൂന്നും യൂസ് ചെയ്ത ഒരാളെന്ന നിലയിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ടാമ്പോൺസിനെ തുടങ്ങാം. ടാമ്പോൺസ് ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്, കുറെ നാളെങ്കിൽ യൂസ് ചെയ്തിട്ട്. ആക്ച്വലി ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, കപ്പിനെക്കാട്ടിട്ട് ഇടാനും കുറച്ച് എളുപ്പമാണ്. പക്ഷെ കൂടുതൽ നില വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടോക്സിൻസ് ഉണ്ട്, TSS എന്ന് പറയും. അപ്പൊ അതിന്റെ റിസ്ക് ഭയങ്കര കൂടുതലാണ്. ചിലപ്പോൾ റിമൂവ് ചെയ്യാനൊക്കെ മറന്നു പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഞാൻ ടാമ്പോൺസ് അധികം അങ്ങോട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യില്ല. അടുത്തത് കപ്പ്. കപ്പ് ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് സൈസിലെ കപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്ക് കുറെ നേരം ലീക്കേജ് ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. ഇത് ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലെ ഒരു 500-600 റുപ്പീസിനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ നാൾ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പബ്ലിക് ടോയ്ലറ്റിൽ പോയിട്ട് മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കംഫർട്ടിന്റെ കുറവുണ്ട്. പിന്നെ പാഡിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ പാഡ്സ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഏതാ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങളുടെ കംഫർട്ടും ലൈഫ് സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് ഇതിൽ ഏതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാം.